ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ സർവീസ് ചാർജ് റിലേറ്റഡ് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചാർജ് സെക്ഷനിൽ രണ്ട് ഡേറ്റിലെ ഡോക്യുമെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഇപ്പോൾ കഴിഞ്ഞ 2024 ജൂൺ 1 മുതൽ പ്രാബല്യത്തിലുള്ള സർവീസ് ചാർജിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് കാണാം. അത് കൂടാതെ മറ്റൊരു പുതിയ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് 2025 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന സർവീസ് ചാർജ് റിലേറ്റഡ് ഡോക്യുമെൻ്റ് ആണ്. ആ രണ്ട് ഡോക്യുമെൻറ്റും പരിശോധിച്ചപ്പോൾ സർവീസ് ചാർജുകളിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഡെബിറ്റ് കാർഡുകളുടെയൊക്കെ ചാർജിൽ വലിയൊരു മാറ്റം തന്നെ വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഇപ്പോൾ നിങ്ങൾ ക്രൗൺ വേരിയൻ്റ് ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആനുവൽ ചാർജിലേക്ക് നല്ലൊരു മാറ്റം തന്നെ വരുന്നുണ്ട്, ചാർജ് കൂടുന്നുണ്ട്. സോ 2025 ജൂൺ 1 മുതൽ ഫെഡറൽ ബാങ്കിന്റെ സർവീസ് ചാർജിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യത്തെ ഒരു ചേഞ്ച് വരുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ്, ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ നമുക്ക് പ്രീവിയസ് മന്തിൽ എത്ര രൂപയാണോ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തത് അതിൻ്റെ 10 ഇരട്ടി, മാക്സിമം 15 ലക്ഷം രൂപ എന്നുള്ളൊരു ലിമിറ്റാണ് വരുന്നത്. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 1000 രൂപക്കും 3 രൂപ 25 പൈസ പ്ലസ് GST, മിനിമം 50 രൂപ, മാക്സിമം 20,000 രൂപ പ്ലസ് GST ആണ് സർവീസ് ചാർജ് ഈടാക്കുക. ഇതിൽ വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ ഇനി മുതൽ പ്രീവിയസ് മന്തിലെ ആവറേജ് മന്ത്ലി ബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കുക. 5 ക്യാഷ് ട്രാൻസാക്ഷനാണ് നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കുക. അതിനകത്ത് ക്യാഷ് ഡെപ്പോസിറ്റും പെടും, ക്യാഷ് വിഡ്രോവലും പെടും. ഒന്നെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 5, അല്ലെങ്കിൽ വാല്യൂ വൈസ് ആണെങ്കിൽ 5 ലക്ഷം രൂപയാണ് മന്ത്ലി ഫ്രീ ലിമിറ്റ് വരുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. ഏതാണോ ഫസ്റ്റ് മീറ്റ് ആകുന്നത് അത് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. പിന്നീട് വരുന്ന ചാർജ് ഓരോ 1000 രൂപക്കും മുൻപ് 3 രൂപ 25 പൈസ ആയിരുന്നു, അത് മാറിയിട്ട് 4 രൂപ പ്ലസ് GST ആയിട്ട് മാറും. മിനിമം 50 രൂപക്ക് പകരം 100 രൂപ പ്ലസ് GST പെർ റെമിറ്റൻസിന് ചാർജ് ഈടാക്കും. മാക്സിമം ലിമിറ്റ് ഇല്ല. മുൻപ് 20,000 രൂപ എന്നുള്ളൊരു മാക്സ് ലിമിറ്റ് ഉണ്ടായിരുന്നു. ജൂൺ 1 മുതൽ അങ്ങനെ ഒരു മാക്സിമം ലിമിറ്റ് ഇല്ല. ഇനി നോൺ ഇൻഡിവിജ്വൽ കസ്റ്റമർ ആണെങ്കിൽ അവരുടെ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജിൽ അതിൻ്റെ കണ്ടീഷനിൽ മാറ്റമൊന്നും വരുന്നില്ല. പ്രീവിയസ് മന്തിലെ ആവറേജ് മന്ത്ലി ബാലൻസിൻ്റെ 10 ഇരട്ടി, മിനിമം 2 കോടി രൂപ പെർ മന്താണ് ലിമിറ്റ് വരുന്നത്. എന്നാൽ ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാലുള്ള സർവീസ് ചാർജിൽ മാറ്റമുണ്ട്. മുൻപ് ഓരോ 1000 രൂപക്കും 3 രൂപ 25 പൈസ പ്ലസ് GST ആയിരുന്നു, മിനിമം 50 രൂപയായിരുന്നു. അത് ജൂൺ 1 മുതൽ ഓരോ 1000 രൂപക്ക് 4 രൂപ പ്ലസ് GST, മിനിമം 100 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ വരുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് സാലറി അക്കൗണ്ട് കാറ്റഗറിയിൽ ബേസ് വേരിയൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് കേരള ബ്രാഞ്ചിലാണെങ്കിൽ മുൻപ് നമുക്ക് അങ്ങനെയുള്ള ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ അതർ ബാങ്കിൻ്റെ ATM-ൽ നമുക്ക് 15 ട്രാൻസാക്ഷൻ ഒരു മാസം സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കുമായിരുന്നു. അത് ജൂൺ 1 മുതൽ 10 ആയിട്ട് കുറക്കും. 10 ട്രാൻസാക്ഷനെ നമുക്ക് സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കും. ബേസിക് സാലറി അക്കൗണ്ട് വേരിയൻറ്റ് കേരളത്തിനുള്ളിൽ ഓപ്പൺ ചെയ്തതാണെങ്കിൽ അതിനകത്ത് മാറ്റമില്ല. കേരളത്തിന് വെളിയിൽ ഓപ്പൺ ചെയ്ത ബേസിക് വേരിയൻ്റ് സാലറി അക്കൗണ്ടിലാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്. അതർ ബാങ്കിൻ്റെ ATM വഴി 15 ട്രാൻസാക്ഷന് പകരം ജൂൺ 1 മുതൽ 10 ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കൂ. പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ATM റിലേറ്റഡ് സർവീസ് ചാർജിലാണ്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജ് ഇപ്പോൾ നിലവിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 21 രൂപ പ്ലസ് GST ആണ്. അത് 23 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് ബാലൻസ് എൻക്വയറി, അതുപോലെ തന്നെ മിനി സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാലുള്ള ചാർജ് ഇപ്പോൾ നിലവിൽ 11 രൂപ പ്ലസ് GST ആണ്. അത് 13 രൂപ പ്ലസ് GST ആയിട്ട് ജൂൺ 1 മുതൽ വർദ്ധിക്കും. പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജിൻ്റെ കാര്യത്തിലാണ്. മുൻപ് നമുക്ക്, അതായത് ഇപ്പോൾ നിലവിൽ നമ്മൾ അതർ ബാങ്കിൻ്റെ ATM വഴി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഫെയിലായി കഴിഞ്ഞാലാണ് ഈ ഒരു ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഈടാക്കുന്നത്. ഓരോ ട്രാൻസാക്ഷനും 25 രൂപ പ്ലസ് GST ഈടാക്കും. എന്നാൽ ജൂൺ 1 മുതൽ അതർ ബാങ്കിൻ്റെ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഇല്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഫെയിലായാൽ മാത്രമല്ല നമ്മൾ ഇ-കോമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ POS ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും, അതായത് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഫെയിലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ഈടാക്കും. 25 രൂപ പ്ലസ് GST പെർ ഇൻസ്റ്റൻസിന് ഈടാക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഒരു 100 രൂപയുടെ ട്രാൻസാക്ഷനാണ് നടത്തുന്നതെന്ന് കരുതുക. അക്കൗണ്ടിൽ 90 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ, 10 രൂപയുടെ കുറവുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ അവിടെ ഡിക്ലൈൻ ആകും. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജായിട്ട് ഈ പറഞ്ഞ എമൗണ്ട് ഈടാക്കും. മുൻപ് അതർ ബാങ്കിൻ്റെ ATM വഴി ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഫെയിലായാൽ മാത്രം, അക്കൗണ്ടിൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് മൂലം ഫെയിലായാൽ മാത്രമായിരുന്നു ഈടാക്കിയിരുന്നത്. അത് ജൂൺ 1 മുതൽ ഇ-കോമേഴ്സ് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലും അതുപോലെ POS ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ഇൻ്റർനാഷണൽ ATM വഴി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴുള്ള ചാർജിലാണ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇപ്പോൾ നിലവിലെ
ഇൻ്റർനാഷണൽ ATM ട്രാൻസാക്ഷൻ ചാർജായിട്ട് വരുന്നത് 100 രൂപ പ്ലസ് GST ആണ്. അത് ജൂൺ 1 മുതൽ 2025 ജൂൺ 1 മുതൽ 125 രൂപ പ്ലസ് GST ആയിട്ട് വർദ്ധിക്കും. നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാറ്റമൊന്നുമില്ല, 25 രൂപ പ്ലസ് GST തന്നെയായിരിക്കും ഈടാക്കുക. പിന്നെ വരുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഇൻവേർഡ് ചെക്ക് റിട്ടേൺ ചാർജിലാണ്. ഇപ്പോൾ നിലവിലെ ഒരു ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ തവണ ഒരു ചാർജ്, പിന്നീട് സെക്കൻഡ് ടൈം മുതൽ വേറൊരു ചാർജ് എന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഈടാക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാം, ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഈടാക്കുന്ന ചാർജ്. എന്നാൽ ജൂൺ 1 മുതൽ ആ ഒരു രീതി അവർ മാറ്റുകയാണ്. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഒന്നൊന്നുമില്ല, ആദ്യത്തെ ഇൻസ്റ്റൻസ് മുതൽ തന്നെ ചാർജ് ഈടാക്കും. SB റൂറൽ ഉൾപ്പെടെയുള്ള സേവിങ്സ് അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ 400 രൂപ പെർ ഇൻസ്റ്റൻസിന് ഈടാക്കും. പിന്നെ SB അതർ വേരിയൻ്റ് ആണ്, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്, OD അക്കൗണ്ട്, CC അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ പെർ ഇൻസ്റ്റൻസിന് 500 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡുകളുടെ ചാർജിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല വേരിയൻ്റ് ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ ചാർജിലും വലിയൊരു മാറ്റം തന്നെ വരികയാണ്. ഇൻക്ലൂഡിംഗ് ക്രൗൺ വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് ആനുവൽ ചാർജിലും മാറ്റമുണ്ട്, അതുപോലെ തന്നെ ആഡ് ഓൺ കാർഡിൻ്റെ ചാർജിലും മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാർഡുകളിൽ ഒരു വർഷം നമ്മൾ അത് ഉപയോഗിച്ച് ഒരു മിനിമം എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടുമായിരുന്നു. ക്രൗൺ വേരിയൻ്റ് ഒക്കെ ആണെങ്കിൽ 75,000 രൂപ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഇ-കൊമേഴ്സ് അതുപോലെ തന്നെ POS ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടുമായിരുന്നു. ആ ഒരു എമൗണ്ടിലും വർദ്ധനവ് വന്നിട്ടുണ്ട്. സോ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജിൻ്റെ കാര്യത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ഫസ്റ്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ജോയിൻ ഫീസ് വരുന്നില്ല. ആനുവൽ ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ 200 രൂപ പ്ലസ് GST ആണ്, അത് 250 രൂപ പ്ലസ് GST ആയിട്ട് മാറും. ആഡ് ഓൺ കാർഡിന് ഇപ്പോൾ നിലവിൽ ചാർജ് ഇല്ല, അത് 250 രൂപ പ്ലസ് GST ആയിട്ട് മാറും ജൂൺ 1 മുതൽ. പിന്നെ നമുക്ക് ഈ ഒരു ആനുവൽ ചാർജ് വേവ് ചെയ്യാനായിട്ട് പ്രീവിയസ് മന്തിൽ 25,000 രൂപ സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് POS ട്രാൻസാക്ഷനായിട്ടോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷനായിട്ടോ. അത് 25,000 രൂപയിൽ നിന്നും 35,000 രൂപയായിട്ട് മാറുന്നുണ്ട് ജൂൺ 1 മുതൽ. പിന്നെ വരുന്ന മറ്റൊരു ഡെബിറ്റ് കാർഡ് വേരിയൻ്റാണ് വിസ ഗോൾഡ്, അതേപോലെ ഫാസ്റ്റ് ബിസ് സിൽവർ വേരിയൻറ്റ്. ഇതിന് ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ചാർജ് വരുന്നത് 300 രൂപയായിരുന്നു, അത് 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. ആഡ് ഓൺ കാർഡിന് 300 രൂപയിൽ നിന്നും 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ വിസ EMV കാർഡിനും ആനുവൽ ചാർജ് 300 നിന്നും 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. ആഡ് ഓൺ കാർഡിനും 300 രൂപയിൽ നിന്നും 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ റുപേ ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നിലവിൽ ആനുവൽ ചാർജ് 300 രൂപയാണ്, അത് 375 രൂപ പ്ലസ് GST ആയിട്ട് മാറും. ആഡ് ഓൺ കാർഡിന് 300 രൂപയിൽ നിന്നും 375 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ മാസ്റ്റർ കാർഡ് ക്ലാസിക് ആണെങ്കിൽ 300 രൂപയാണ് നിലവിൽ ആനുവൽ ചാർജ്, അത് 300 രൂപയിൽ നിന്ന് 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. ആഡ് ഓൺ കാർഡിനും 300 രൂപയിൽ നിന്ന് 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ സ്റ്റെല്ലാർ വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ജോയിനിങ് ഫീസ് 300 ആണ്, അത് 300 നിന്ന് 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. ആനുവൽ ചാർജും ആഡ് ഓൺ കാർഡിന്റെ ചാർജും 300 നിന്നും 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ വിസ പ്ലാറ്റിനം സിഗ്നറ്റ് NR വേരിയന്റ് ആണെങ്കിൽ ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ആഡ് ഓൺ കാർഡിന്റെ ചാർജും നിലവിൽ 300 ആണ്, അത് 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ മാസ്റ്റർ കാർഡ് വേരിയന്റ് ക്രൗൺ കാർഡ് ആണെങ്കിൽ ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ആഡ് ഓൺ കാർഡിന്റെ ഫീസും 300 നിന്ന് 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ വിസ ക്ലാസിക് വേരിയന്റ് ക്രൗൺ വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിലും നിലവിൽ ചാർജ് 300 ആണ്, അത് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ആഡ് ഓൺ കാർഡ് ആണെങ്കിലും 350 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ റുപേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അതിന്റെ ചാർജിൽ വലിയൊരു മാറ്റം തന്നെ വരുന്നുണ്ട്. നിലവിൽ 500 രൂപയാണ് അതിന്റെ ആനുവൽ ഫീസും ആഡ് ഓൺ കാർഡ് ചാർജ് ആയിട്ടും വരുന്നത്, അത് 750 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ NR EV പ്ലസ് ഡെബിറ്റ് കാർഡ് വേരിയന്റ് ആണെങ്കിൽ 500 രൂപയാണ് നിലവിൽ ആനുവൽ ചാർജും ആഡ് ഓൺ കാർഡിന്റെ ചാർജും വരുന്നത്, അത് 500 നിന്നും 600 രൂപ പ്ലസ് GST ആയിട്ട് മാറും. പിന്നെ ഈ പറഞ്ഞ കാർഡ് വേരിയൻറ്റുകളെല്ലാം, അത് ഇൻക്ലൂഡിങ് ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡൊക്കെ ആണെങ്കിലും നമുക്ക് മുൻപ്, അതായത് ഇപ്പോൾ നിലവിൽ പ്രീവിയസ് ഇയറിൽ 75,000 രൂപയ്ക്ക് മുകളിൽ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയാൽ, ATM ട്രാൻസാക്ഷൻ അല്ല, POS ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടുമായിരുന്നു. അത് 75,000 എന്നുള്ള ക്രൈറ്റീരിയ 1,00,000 മാറുന്നുണ്ട്. ജൂൺ 1 മുതൽ പ്രീവിയസ് ഇയറിൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടൂ. ഈ വരുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി.